എങ്ങനെയാണ് വിശ്വാസികൾക്ക് നമസ്കാരത്തിൽ ഭയഭക്തി നേടുവാൻ സാധിക്കുക? അതിലൊന്നാമത്തെ കാര്യം ഒരുക്കമാണ്. നമ്മുടെ ഒരുക്കം പ്രധാനമാണ്. നമസ്കാരത്തിലേക്കുള്ള ഒരു അവിഭാജ്യ ഘടകമാണ് വുളൂ എന്ന് പറയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലാ വുളൂ അലഹു. ഒരാൾക്ക് വുളൂ ഇല്ല എങ്കിൽ അയാൾക്ക് നമസ്കാരമില്ല എന്നാണ്. എന്തിനാണ് വുളൂ? നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ ശുദ്ധിയാക്കാനല്ല വുളൂ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ കുളിച്ചു കഴിഞ്ഞാലും നമസ്കരിക്കണമെന്നുണ്ട് എങ്കിൽ അവൻ വുളൂ എടുക്കണം. അള്ളാഹു വിശ്വാസിക്ക് ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ച ഒരു ത്വഹാറത്തുണ്ട്, ഒരു ശുദ്ധിയുണ്ട്. ആ ത്വഹാറത്താണ് വുളൂയിലൂടെ നമുക്ക് കൈവരുന്നത്. നമ്മുടെ മുഖം കഴുകുമ്പോൾ ആ മുഖത്തുള്ള ചളികൾ മായ്ഞ്ഞു പോകും എന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെ കൈകൾ കഴുകുമ്പോൾ, നമ്മുടെ കാലുകൾ കഴുകുമ്പോൾ അതിലൂടെ നമ്മുടെ കൈകാലുകളിലെ അഴുക്ക് നീങ്ങിപ്പോകുമെന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥനയിലുണ്ട് എന്തിനാണ് വുളൂ നമ്മൾ എടുക്കുന്നത്. പലപ്പോഴും വുളൂവിൽ നമുക്ക് അലംഭാവമാണ്. നമ്മുടെ ചിന്തകൾ പോലും വേറെ ഏതൊക്കെയോ ലോകത്താണ് വുളൂ എടുക്കുന്ന സമയം. വുളൂവിൽ അലംഭാവം കാണിച്ചാൽ അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ അവസാനത്തെ 2 വരികൾ എന്താണ്? അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതത്വഹിരീൻ. ആ തവ്വാബീങ്ങൾ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, ആ പാപമോചനത്തിന് അർഹരാകുന്നവർ, അവരുടെ കൂട്ടത്തിൽ നാഥ ഉൾപ്പെടുത്തണേ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മുഖം കഴുകുമ്പോൾ വുളൂയിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപത്തിന്റെ കറകളെ ഇങ്ങനെ കഴുകിക്കളയുകയാണ്. അത് നമുക്ക് നമ്മുടെ വുളൂ കൊണ്ട് അനുഭവിക്കാൻ കഴിയണം. വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്കുണ്ടാകേണ്ടത് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ സുഖ സൗകര്യങ്ങളും അത്യുദാരനായ പടച്ച റബ്ബ് നമുക്ക് അവൻ്റെ ഔദാര്യമായി നൽകിയതാണ്. അങ്ങനെ നമുക്ക് നൽകിയ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ടാകണം നമ്മൾ ചെല്ലേണ്ടത്. നമ്മൾ ചെല്ലുന്നത് മാലിക്കുൽ മുലൂക്കായ രാജാക്കന്മാരുടെ അധിപനായ റഹ്മാനായ റബ്ബിന്റെ മുമ്പിലേക്കല്ലേ? അള്ളാഹ് പറയുന്നില്ലേ നമ്മളോട്, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. പണ്ഡിതന്മാരെ വിശദീകരിച്ചെന്നു, ഇൻദ കുല്ലി സ്വലാത്തിൻ. ഓരോ നമസ്കാരത്തിന്റെ വേളയിലും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം റഹ്മാനായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലേണ്ടത്. അത് പടച്ച റബ്ബിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, അള്ളാഹുവിനെ അറിയുമ്പോൾ, അവന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുമ്പോൾ, അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മോശപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലാൻ സാധിക്കില്ല. നമ്മളൊരു ഇന്റർവ്യൂവിന് പോയാൽ നല്ല വസ്ത്രം ധരിക്കാതെ തന്നെ നമ്മൾ പോയാൽ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഇന്റർവ്യൂ പോലും ശരിയാകണമെന്നില്ല. നമ്മുടെ വാക്കുകൾക്ക് പോലും മുന്നിലുള്ള ഉദ്യോഗസ്ഥൻ വില കൽപ്പിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകളൊന്നും സ്വീകരിക്കാതെയാണ് പോകുന്നത് എങ്കിൽ നമുക്ക് വില കൽപ്പിക്കപ്പെടുകയില്ല. അതേ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ റബ്ബിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് റബ്ബിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്.